ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സ്മൂത്തനിങ് ചികിത്സയിലൂടെ നമ്മൾക്ക് എന്തെല്ലാം ഗുണങ്ങളാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് ആസ്വദിക്കാനായിട്ട് സാധിക്കും, വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഹെയർ കെയറിങ് നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടാണ്. നിങ്ങളിപ്പോൾ ഈ വിഷ്വലിൽ കാണുന്ന ഇതൊരു സ്മൂത്തനിങ് വീഡിയോ ആണ്. ഭയങ്കര ഫ്രീസി ആയിട്ടുള്ള ഒരുപാട് പ്രാവശ്യം സ്മൂത്തനിങ്, കെരാറ്റിൻ, പല ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് ഡാമേജ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു മുടിയാണ് ഞാൻ ഇപ്പോൾ സ്മൂത്തനിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് എന്താണ് സ്മൂത്തനിങ് എന്ന് നോക്കാം. ടെമ്പററി ആയിട്ട് നമ്മളൊരു കെമിക്കൽ ഉപയോഗിച്ച് നടത്തുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം മുടി നല്ല സ്മൂത്ത് ആയിട്ടും ഫ്രീ ആയിട്ടുമുള്ള ഒരു ഹെയർ ആയിട്ട് നമുക്കിതിനെ സ്ട്രക്ചറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹെയർ സോഫ്റ്റ് ആക്കാനായിട്ടും മാനേജബിൾ ആക്കാനായിട്ടും നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ സ്ട്രെയിറ്റനിങ്ങിനെ, റീബോണ്ടിങ്ങിനെ ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴേക്കും സ്മൂത്തനിങ് വളരെ നല്ല ഒരു ചോയ്സ് ആണ്. മുടിക്ക് നല്ല മിനുസം കിട്ടാനും നല്ല സോഫ്റ്റ് ഫിനിഷിങ് കിട്ടാനായിട്ടും ഇത് ഗുണം ചെയ്യുന്നു. അതുപോലെ ഫേസിങ് ഇല്ലാണ്ടാക്കുന്നു. ഡ്രൈനെസ് വളരെയധികം കുറച്ചിട്ട് മുടി നല്ല ഭംഗിയുള്ള ഹൈഡ്രേറ്റഡ് ഫീലിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല ഷൈനിങ് കിട്ടും. ബ്രഷ് ചെയ്യാനും സ്റ്റൈൽ ചെയ്യാനും ഒക്കെ വളരെ എളുപ്പവുമാണ്. ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പെർമനന്റ് സ്ട്രെയിറ്റ് ചെയ്യുന്നതിനേക്കാളും ഇത് കുറച്ച് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ചികിത്സ, ഒരു ട്രീറ്റ്മെന്റ് രീതിയാണ്. അതുപോലെ തന്നെ 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണിത്. പൂർണ്ണമായും ഫിനിഷ് ചെയ്യുന്ന ഒരവസ്ഥയിൽ ഇത് കാണാനായിട്ട് ഭയങ്കര നല്ല രസമാണ്. നല്ല ഭംഗിയായിട്ട് കിടക്കും. തീരെ ഒട്ടിക്കിടക്കുന്ന രീതിയിലല്ല, നല്ല ഒരു ഒറിജിനൽ ഹെയർ, നമ്മുടെ നോർമൽ ഒരു ഹെയറിന്റെ രീതിയിലാണ് ഇത് ഉണ്ടാവുക. ആഫ്റ്റർ കെയർ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കാം. 72 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ മുടി വാഷ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പുവും കണ്ടീഷണറുമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഹീറ്റ് ടൂൾസ് വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. അതായത് അയണിങ് അല്ലെങ്കിൽ ബ്ലോ ഡ്രൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കുക. മാസത്തിൽ ഒരിക്കൽ സ്പാ ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഓയിൽ കെയർ, ഭയങ്കര ഡ്രൈനെസ് ഒക്കെ ഉള്ളവർക്ക് നമ്മൾ ഓയിൽ അധികം അപ്ലൈ ചെയ്യാണ്ട് തന്നെ നല്ലൊരു കണ്ടീഷണറോ ഹെയർ സിറംസോ ഒക്കെ ഉപയോഗിച്ചിട്ട് മുടി മാനേജബിൾ ആയിട്ട് നിർത്താൻ ശ്രദ്ധിക്കുക. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗർഭിണികൾ അല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ജസ്റ്റ് ഒരു ജാഗ്രതയോടെ വേണം ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളിലേക്ക് വരാനായിട്ട്. അതുപോലെ തന്നെ ചൈനീസ് ഒക്കെ അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ, ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്യാതെ കുറച്ച് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രൊഫഷണൽ സലൂൺസിൽ മാത്രം ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. സ്മൂത്തനിങ് മുടിയുടെ ഔട്ട്ലുക്ക് മാറ്റാൻ വളരെ നല്ല ഒരു ചികിത്സയാണ്. പക്ഷെ ശരിയായ കെയറിങ്ങുകളും പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചാൽ മാത്രമാണ് നല്ല ഒരു ഫലം കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് രൂപത്തിൽ നമ്മളെ അറിയിക്കുക. അപ്പം അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.